പുലാവ് നമ്മൾ പലതരത്തിലുണ്ടാക്കും. വെജിറ്റബിൾസ് തന്നെ ഇട്ടിട്ട് ഇറച്ചി വെച്ചിട്ട് അങ്ങനെ പലതരത്തിലുണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് മഷ്റൂം പുലാവിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. പുലാവ് ഉണ്ടാക്കാനായിട്ട് ആക്ച്വലി വളരെ സിമ്പിളാണ്. ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യമില്ല. ഒറ്റ പാത്രത്തിൽ നമുക്ക് എല്ലാം ചെയ്യാം. വേണമെങ്കിൽ ആ സെയിം പാത്രത്തിൽ തന്നെ സെർവും ചെയ്യാം. അപ്പോൾ ഇന്ന് ആദ്യം ഞാൻ ഹീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രഷർ കുക്കറാണ്. കുക്കറിലേക്ക് നെയ്യോ ഓയിലോ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് രണ്ടുകൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സ്പൈസസ് ഇടാം. ബേ ലീഫ്, ഒരു 4 ഗ്രാമ്പൂ, 3-4 ഏലക്ക, ഒരു ചെറിയ പീസ് സിനമൺ. ഞാൻ തക്കോലത്തിൻ്റെ ഒരു ചെറിയ 2 ബ്ലേഡ് കൂടെ ഇടുക. സ്റ്റാർ അനീസിൻ്റെ സ്പൈസസ് ഇട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു സവോള ഞാൻ ഇപ്പോൾ ചോപ്പ് ചെയ്താണ് ചേർത്തേക്കുന്നത്. ചോപ്പ് ചെയ്തോ സ്ലൈസ് ചെയ്തോ ചേർക്കാം. നെയ്യൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ലൊരു അരോമയാണ്, നല്ലൊരു മണമാണ്. ഇതിലേക്ക് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നമ്മൾ സവോള ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. സവോള ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, ഇത്തിരി കളർ മാറേണ്ട ആവശ്യമില്ല. ഞാൻ ഉണ്ടാക്കാറുള്ളൊരു വേർഷനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക്കൊക്കെ ചേർക്കാം. വെളുത്തുള്ളി ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ, ഇഞ്ചി ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ. വീണ്ടും ഇതൊന്ന് വഴറ്റാം. ഓക്കെ, ഇപ്പോൾ നല്ല റോ സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു മണമായി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ക്യൂബ് ചെയ്തേക്കുന്നതാണ് ചെറിയ ചെറിയ പീസസ് ആയിട്ട്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മഷ്റൂം പുലാവാണ്. അതുകൊണ്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മഷ്റൂമാണ്. അപ്പോൾ മഷ്റൂം നമ്മൾ എടുക്കുന്നത് 200 ഗ്രാംസ് മഷ്റൂം സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നത്. മഷ്റൂം പലതരത്തിൽ കിട്ടും, പല ടൈപ്പ് മഷ്റൂംസ് കിട്ടും. ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ബട്ടൺ മഷ്റൂംസാണ്. 200 ഗ്രാം ബട്ടൺ മഷ്റൂംസ്. മഷ്റൂം പെട്ടെന്ന് ഷ്രിങ്ക് ആവും. അതിനകത്ത് വെള്ളം പോയി കഴിഞ്ഞാൽ ഒട്ടും ക്വാണ്ടിറ്റി ഉണ്ടാക്കില്ല. മഷ്റൂംസൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഷ്രിങ്ക് ആയിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഞാൻ ഒരു 1.5 പച്ചമുളക് യൂസ് ചെയ്തേക്കുന്നത്. എരിവനുസരിച്ച് എത്ര എരിവ് വേണോ അനുസരിച്ച് ചേർക്കാം. പച്ചമുളകും കൂടി ഇട്ട് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റുക. ഇനി നമുക്കിതിനകത്തേക്ക് റൈസ് ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ബസ്മതി റൈസാണ്. 1.5 കപ്പ് ബസ്മതി റൈസ് ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോക്ക് ചെയ്ത ശേഷം വെള്ളം വാർന്ന് വെച്ചേക്കുന്നതാണ്, വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നത്. അതിനകത്തേക്ക് ആഡ് ചെയ്യാം. റൈസ് ഇട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റുക. റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാപ്സിക്കം. വളരെ കുറച്ച് ക്യാപ്സിക്കം ഉള്ളൂ. ഞാനൊരു 1/4 കപ്പ് ക്യാപ്സിക്കം റെഡും ഗ്രീനോടെ മിക്സ് ചെയ്തിട്ടാണ്. ഇല്ല എങ്കിൽ ജസ്റ്റ് ഒമിറ്റ് ചെയ്യാം. മഷ്റൂം മാത്രമാണെങ്കിലും നല്ലതാണ്. ക്യാപ്സിക്കം ഇട്ടിട്ട് ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് വെള്ളം ചേർക്കാം. നമ്മൾ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നതുകൊണ്ട് 1 കപ്പ് റൈസിന് 1.5 എന്നുള്ള കണക്കിൽ വേണം വെള്ളം ചേർക്കാനായിട്ട്. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുക. നമ്മൾ 1.5 കപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ 2.25 കപ്പ് വെള്ളം ചേർത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം.
ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീരോടെ ചേർക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് എനഫാണെന്ന് നോക്കുക. ഞാൻ ടേസ്റ്റ് ഇപ്പോൾ എനിക്ക് ഇച്ചിരി കുറവാണ്, ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ഇടുക. മൊത്തം 1.5 ഇട്ടു. ആദ്യം കുറച്ച് നേരം കുറച്ച് ഉപ്പ് നമ്മൾ വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. നല്ല തള വന്നു കഴിയുമ്പം അടച്ച് ഒരു വിസിൽ, ഒറ്റ വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ബോയിൽ ചെയ്ത് തുടങ്ങി. അടയ്ക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഓഫ് ചെയ്യുക. ഒരു വിസിൽ വന്ന ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇനി പ്രഷർ മൊത്തം പോയിട്ട് തുറക്കാൻ പാടുള്ളൂ. ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്യാം. എപ്പോഴും ചെയ്യുമ്പോൾ ആദ്യം ഫോക്ക് വെച്ചത് ചെറുതായിട്ട് ഫ്ലഫ് അപ്പ് ചെയ്തെടുക്കുക. ഫോർക്ക് വെച്ചൊന്ന് ഫുള്ളായിട്ടൊന്ന് വല്ല കട്ട ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്ത ശേഷം സെർവിങ് ബോളിലേക്ക് മാറ്റും. സ്പൈസസ് മാറ്റാം. അപ്പോൾ ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയിലയും ഫ്രൈഡ് അണിയൻസും ഒക്കെ വേണമെങ്കിൽ ഇടാം. ഞാൻ കുറച്ച് ഇടുകയാണ്. കുറച്ച് മല്ലിയില, കുറച്ച് ഫ്രൈഡ് അണിയൻസും നട്ട്സും റൈസിൻസും കൂടെ കുറച്ച്. എപ്പോഴും ഒരു ആഡഡ് ഫ്ലേവറാണ്. ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് സെർവിങ് ബോളിലേക്ക് മാറ്റാം. എപ്പോഴും ഈ ഹോളായിട്ടുള്ള സ്പൈസസ് കാണുമ്പോൾ മാറ്റുക. ബിക്കോസ് ബൈറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖമില്ല, നമ്മുടെ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഹോൾ സ്പൈസസ് എടുത്ത് മാറ്റുക. മഷ്റൂം പുലാവ് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുവാണ്. ഫ്രൈഡ് ഓണിയൻസും നട്ട്സും റൈസിൻസും. കുറച്ച് മല്ലിയിലയും കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം. മഷ്റൂം പുലാവിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും കണ്ടല്ലോ. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. കൂടാതെ ഒരുപാട് പാത്രങ്ങളൊന്നും എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു പോട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രൈഡ് അണിയൻസ് ഒക്കെ ഞാൻ ഇട്ടെങ്കിലും അത് ഇല്ല എങ്കിലും പ്രോബ്ലം ഇല്ല, കുറച്ച് മല്ലിയില മാത്രം ഇട്ടാലും മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.